ത്രിയേക ദൈവത്തിന് സ്തുതി. വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വചനവുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളൊക്കെ ഒരു നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്ന സമയമാണല്ലോ. വിശ്വാസികളായ നമ്മളെല്ലാവരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ആളുകളാണ്. നമ്മൾക്കെല്ലാം ഒരു ദിവസം ഒരു ചോദ്യത്തെ ഫേസ് ചെയ്യേണ്ടി വരും. ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ പ്രതിഫലത്തിനായിട്ട് ഇവിടുന്ന് കിട്ടുവാൻ തക്കവണ്ണം നീ എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം ദൈവം നമ്മോട് ചോദിക്കും. നമ്മൾ ആരെങ്കിലും ഒന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? നമ്മളത് ചോദിക്കണം. ഇവിടുന്ന് കിട്ടുവാൻ തക്കവണ്ണം എന്ത് പ്രതിഫലമാണ്, അതിൽ എന്ത് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നൊരു ചോദ്യം. നമ്മുടെയൊക്കെ ആരാധനയിൽ പറയുന്ന ഒരു വാചകമുണ്ട്. നിൻ്റെ മരണത്തെ ഓർക്കുന്നു, നിൻ്റെ പുനരുദ്ധാനത്തെയും ഏറ്റുപറയുന്നു, നിൻ്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു. നമുക്കത് ബോധ്യമുണ്ടാകണ്ടേ? നമ്മളെപ്പോഴും ആരാധനയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ദൈവം മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് ഒരു പ്രതിഫലം തരുവാൻ തക്കവണ്ണം ഒരു കാര്യമെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. ഈ ലോകത്തുള്ള മനുഷ്യർക്ക് പ്രതിഫലം തരുവാനോ അവരുടെ വാക്കുകൾ കേൾക്കാനോ അല്ല. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പ്രതിഫലം കിട്ടുവാൻ തക്കവണ്ണം എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പല സമയങ്ങളിലും നമ്മളുടെ അധികാര മനോഭാവം വെച്ചിട്ട്, ഈ അധികാര മനോഭാവം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വീട്ടിലായിക്കോട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായിക്കോട്ടെ, ഒരു പൊതുസമൂഹത്തിലായിക്കോട്ടെ, പലപ്പോഴും നമ്മുടെ അധികാര മനോഭാവം വെച്ചുകൊണ്ട് നമ്മൾ ധാർഷ്ട്യം കാണിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ധാർഷ്ട്യം കാണിക്കുന്നത് നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ, അല്ലെങ്കിൽ നമ്മളെക്കാൾ സാമ്പത്തികം കുറഞ്ഞ, നമ്മളെക്കാൾ പാവം എന്ന് പറയുന്ന, ബേസിക്കായിട്ട് പറഞ്ഞ പാവമായ ആളുകളോടാണ്. പലപ്പോഴും നമ്മൾ ഈ ധാർഷ്ട്യമൊക്കെ കാണിക്കുമ്പോൾ ചില ആളുകൾ, ഓഫീസിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും, ചില ആളുകളെല്ലാം അതെല്ലാം കേട്ട് മിണ്ടാതെ സഹിക്കുന്നത് ശരിക്കും അവർ നമ്മളോടുള്ള ബഹുമാനം കൊണ്ടോ നമ്മുടെ ധാർഷ്ട്യം സഹിക്കാൻ പറ്റാഞ്ഞിട്ടുമല്ല. പലപ്പോഴും അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, വേറൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ നമ്മൾ ചില ആളുകളോട് എടുക്കുമ്പോൾ അവരുടെ തിരിച്ചുള്ള പ്രതികരണം മോശമായാൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവം നമുക്ക് വാരിക്കോരി തന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വേറൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അതെല്ലാം കേൾക്കുന്നത് എന്ന് ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കാണേണ്ടതാണ്. പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ ഈ നോമ്പുകാലത്ത് നമ്മൾ നമ്മുടെ തെറ്റുകളെപ്പറ്റി ഒരു ചിന്തയുണ്ടാവേണ്ട കാര്യമുണ്ട്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ആത്മീയ പിതാക്കന്മാർക്കൊക്കെ എപ്പോഴും വളരെ പാപത്തെക്കുറിച്ചുള്ള വളരെ വേദനകരമായ ചിന്തയുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കത് വളരെ കുറവാണ് കാണുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് പാപത്തിൻ്റെ എണ്ണം കുറവായിരുന്നു. ഒരു ചെറിയ പാപം ചെയ്താൽ കൂടി അത് വലിയ ഒരു തെറ്റായിട്ട് ഒരു ഫീൽ ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മളെ പാപത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പാപചിന്തകൾ കുറവാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തെറ്റുകളും കുറ്റങ്ങളും വരികയാണ്. അപ്പോൾ നമുക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഈ സമയത്ത് നമ്മൾ ഈ നോമ്പിലും കുമ്പസാരത്തിലുമൊക്കെ നമ്മൾക്ക് അതിൻ്റെ ചിന്ത വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു പാപം ഏറ്റു പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പാപം നമ്മൾ ഇറക്കി വയ്ക്കുകയാണ്. നമ്മളൊരു കുമ്പസാരത്തിൽ ഒരു പാപം ഏറ്റു പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഉടമ്പടി ചെയ്യുകയാണ്. വീണ്ടും ആ ഒരു പാപം റിപ്പീറ്റ് ചെയ്താൽ ഒരു മരണകരമായ കുറ്റമാണ്. അപ്പോൾ നമ്മളെപ്പോഴും പാപം ഏറ്റു പറഞ്ഞിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകും. ഞാനൊരു തെറ്റ് ചെയ്യുകയാണല്ലോ, പരിശുദ്ധാത്മാവിനോട് തെറ്റ് ചെയ്യുകയാണല്ലോ എന്നൊരു ചിന്തയുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഒരു കുമ്പസാരത്തിൻ്റെ പ്രസക്തിയും നോയമ്പിൻ്റെ പ്രസക്തിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നമ്മളെപ്പോഴും നമ്മളുടെ പാപങ്ങളെയൊക്കെ ഒന്ന് ഏറ്റുപറയാനും നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുമായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാകണമെന്നും ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.